നമസ്കാരം. സെൽഫ് മിററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് സാമ്പത്തിക അവസ്ഥയിൽ നമ്മുടെ സമൂഹത്തിൽ രണ്ട് വിഭാഗത്തിലാണ് ആളുകൾ വരുമാനങ്ങൾ സമ്പാദിക്കുന്നത്. അതെങ്ങനെയാണ്, ആ രണ്ട് വിഭാഗം ആളുകൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, വളരെ അധിക സമയം കഠിനാധ്വാനം ചെയ്യുന്നു, കുറഞ്ഞ പ്രതിഫലം നേടുന്നു. മറ്റൊരു വിഭാഗം കുറഞ്ഞ സമയം കുറഞ്ഞ അധ്വാനം വളരെ വലിയ പ്രതിഫലം. ഇങ്ങനെ രണ്ട് കാറ്റഗറി നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ ആയിരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. നമുക്ക് എങ്ങനെയാണ് ഈ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് കൺവേർട്ട് ആകാൻ പറ്റുന്നത്, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ വേണ്ടത് നമ്മളുടെ വാല്യൂ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ സെൽഫ് വാല്യൂ ഇൻവെസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് സെൽഫ് വാല്യൂ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പം നമ്മളൊരു ജോലിയിലായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ജോലിയിൽ ഒട്ടും നമ്മൾ കംഫർട്ടബിൾ അല്ല. നമുക്ക് ആ ജോലി ഇഷ്ടപ്പെടുന്നില്ല, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബോസിനെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമ്മളെ അടുത്ത് മോശമായിട്ട് പെരുമാറുക, നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുക, നമ്മളുടെ മിസ്റ്റേക്കുകൾ പറയുക, ഇതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊളീഗ്സിനെ നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു വേതനം കിട്ടുന്നില്ല. എന്തുമാട്ടെ, നമ്മളിപ്പോൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരു ജോലിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിലെ വാല്യൂ, നമ്മുടെ സെൽഫ് വാല്യൂ നമ്മളായിട്ട് തന്നെ താഴ്ത്തിക്കളയും. കാരണം ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഞാൻ എന്തിന് ഹാർഡ് വർക്ക് ചെയ്യണം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്തിന് ആത്മാർത്ഥത കാണിക്കണം, അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇത് നമ്മുടെ ആ ജോലിയിൽ കണ്ടു തുടങ്ങും. നമുക്ക് എങ്ങനെയെങ്കിലും ആ ജോലിക്ക് പോകുന്ന സമയം, ആ ഒരു സമയത്തെ അതിജീവിക്കുക എന്നത് ഒരു ടാസ്ക്കായിട്ട് മാറും. രാവിലെ നമ്മൾ പോയി ജോലിക്ക് കയറുന്നു, പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ ജോലി ഒരു വിധത്തിൽ തീർത്തിട്ട് നമ്മൾ എങ്ങനെയും എസ്കേപ്പ് ഇടുന്ന പോലെയാണ് വൈകുന്നേരം അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ ബോസിനോട്, അല്ലെങ്കിൽ നമ്മളവിടെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളോടുള്ള ഫ്രസ്ട്രേഷൻ നമ്മളുടെ ജോലിയിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ വരുമ്പോൾ നമ്മുടെ സെൽഫ് വാല്യൂ അവിടെ താഴെയാണ്. നമ്മളും കുറച്ച് താഴ്ന്ന ഇനി ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ, അങ്ങനത്തെ ചിന്താഗതി നമ്മളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സെൽഫ് വാല്യൂ താന്നിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു റേഞ്ചിൽ മാത്രമാണ് നമ്മളെ എത്തിക്കുക. അത്തരം സാഹചര്യങ്ങൾ മാത്രമേ പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. ഈ സംഭവത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യത്തിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ജോലിയെ ഇഷ്ടത്തോടു കൂടി സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യുക. നമുക്കിഷ്ടമല്ലാത്ത കർമ്മമേഖലയായിരിക്കും എങ്കിൽ പോലും നമ്മുടെ സെൽഫ് വാല്യൂ നമ്മുടെ മാത്രം റെസ്പെക്റ്റാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണത്. നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് വാല്യൂവിനെ ഹൈ ആക്കി കൊണ്ടുവരണം. സെൽഫ് വാല്യൂവിനെ ഹൈ ആക്കി കൊണ്ടുവരാൻ എന്താ വേണ്ടത്? നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മളുടെ കൊളീഗ്സും നമ്മുടെ ബോസും ആരുമാകട്ടെ എന്തുമാകട്ടെ, നമ്മളെന്താണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുക. നമ്മളുടെ കംപ്ലീറ്റ് സിൻസിയറിറ്റി നമ്മൾ കാണിക്കുക. അത് നമ്മൾ കാണിക്കുന്നത് ആ ബോസിനോടോ, അല്ലെങ്കിൽ അവിടെയുള്ള കൊളീഗ്സിനോടോ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനോടോ അല്ല, നമ്മളോട് തന്നെയാണ്. മനസ്സിലായി? മറ്റേത് അവരെല്ലാം റോങ് സൈഡിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളും ആ റോങ് സൈഡിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളും തിരിച്ചതുപോലെ റോങ് ആകുമ്പോൾ ഒരിക്കലും അവരെ അല്ല എഫക്റ്റ് ചെയ്യുന്നത്. അത് എഫക്റ്റ് ചെയ്യുന്നത് പേഴ്സണലി നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഒരു വാല്യൂ ഡൗൺ ആക്കുകയും നമ്മുടെ ലൈഫിലേക്കുള്ള ഗ്രോത്ത് ഇല്ലാണ്ടാകുകയും ചെയ്യും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ കുറഞ്ഞ ലെവലിൽ മാത്രം നമ്മളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്ന ജോലി വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുക, സിൻസിയറിറ്റി കാണിക്കുക, സന്തോഷത്തോടു കൂടി ചെയ്യുക, വളരെ ആത്മാർത്ഥതയോടു കൂടി ചെയ്യുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടെ സെൽഫ് വാല്യൂ ഉയരും. സെൽഫ് വാല്യൂ ഉയരുമ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിലല്ല നിൽക്കേണ്ടത്. നമുക്ക് കുറച്ചും കൂടി ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സാധിക്കും. നമ്മുടെ വാല്യൂ അനുസരിച്ചാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ മറ്റൊരു പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ജോലിയും സേവനവും രണ്ടും രണ്ട് തലങ്ങളാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടിയിട്ട് ഒരു വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് ജോലിയാണ്. നമുക്ക് വരുമാനം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ജോലി, ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തു, താല്പര്യമില്ലാത്ത കാര്യമാണ്, പക്ഷേ വരുമാനത്തിന് അത് ആവശ്യമാണ്. അപ്പോൾ അതെന്താണ്? അത് ജോലി മാത്രമാണ്. ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രതിഫലം മാത്രമേ കിട്ടുള്ളൂ. ഇതിനെ നമ്മൾ സേവനമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ വാല്യൂ ഉയരുന്നത്.
ഇതെങ്ങനെയാണ് സേവനമാകുന്നത്? നമ്മൾ വരുമാനം മേടിക്കാതെ അല്ലെങ്കിൽ പ്രതിഫലം മേടിക്കാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നതല്ല സേവനം എന്ന് പറയുന്നത്. നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ സേവനമാണ്. പക്ഷെ നമുക്കത് സേവനമായിട്ട് ഫീൽ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളതിനെ വരുമാനം വരാനുള്ള ഒരു സോഴ്സ് മാത്രമായിട്ട് കാണുന്നതുകൊണ്ടാണ്. നമ്മുടെ കംപ്ലീറ്റ് സിൻസിയോറിറ്റി, നമ്മളുടെ ആത്മാർത്ഥതയും നമ്മളുടെ സന്തോഷവും എല്ലാം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് സേവനമായിട്ട് മാറും. ശരിക്ക് പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സേവനത്തിന് ലഭിക്കുന്ന പ്രതിഫലമാണ് പണം. നമ്മൾ ചെയ്യുന്ന സേവനത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് പണം. നമ്മൾ ചെയ്യുന്നത് എല്ലാം, ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് സേവനമാണ്. അത് സേവനമായിട്ട് നമുക്ക് തോന്നാത്തത് നമ്മൾ അതിൽ നിന്ന് വരുമാനത്തിനെ മാത്രമാണ് നമ്മളതിൽ നിന്ന് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിലേക്ക് എപ്പോഴാണോ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് എന്ത് തന്നെയാണെങ്കിലും അത് സന്തോഷത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ സന്തോഷം അത് ഇൻവെസ്റ്റ്മെൻറ്റായി, നമ്മളതിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അവിടെ ആത്മാർത്ഥത ഇൻവെസ്റ്റ്മെൻറ്റായി. ഇനി നമുക്ക് അവിടെ നിരാശയാണ് അല്ലെങ്കിൽ നമുക്കതിൽ ഒരുപാട് ഫ്രസ്ട്രേഷനും സ്ട്രഗിളുമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ രീതിയിലേക്കുള്ള റിസൾട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പം നമ്മളുടെ പേഴ്സണൽ വാല്യൂ, നമ്മുടെ സെൽഫ് വാല്യൂ ഹയ്യസ്റ്റ് ആക്കുക. അങ്ങനെ ഹയ്യസ്റ്റ് ആക്കുമ്പോൾ നമ്മൾ നിലവിലുള്ള തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അവിടെ സംഭവിക്കുന്നത് ജോലി എന്ന് പറയുന്നത് സേവനമായിട്ട് കൺവേർട്ടാകും. ഒരു കൂലിപ്പണിക്കാരന് അയാളിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂടുതൽ സമയം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം ഹാർഡ് വർക്ക് ചെയ്താൽ വൈകുന്നേരം അയാൾക്കൊരു ചെറിയ തുകയെ കിട്ടുന്നുള്ളൂ. പക്ഷേ അയാളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് അയാൾ എപ്പോഴും സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കും. അയാളുടെ മനസ്സെപ്പോഴും സ്ട്രഗിൾ ചെയ്യും, ഞാൻ ഇത്രയ്ക്കും കഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം അതിൻ്റെ വളരെ കുറഞ്ഞ സമയം മാത്രം ഒന്ന് ക്യാമറയുടെ മുന്നിൽ വരുന്ന ഒരു സെലിബ്രിറ്റിയുടെ വാല്യൂ വളരെ അധികമാണ്. ഒരു പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിയുടെ എഡ്യൂക്കേഷൻ പോലും ഉണ്ടാവില്ല ഒരു സെലിബ്രിറ്റിക്ക്. പക്ഷെ വ്യത്യാസം ഇവരുടെ സെൽഫ് വാല്യൂ പരസ്പരം വളരെ വ്യത്യാസമാണ്. ഒരാൾ സ്വന്തം വളരെയധികം സന്തോഷത്തോടു കൂടി ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ മറ്റൊരാൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റൊരു സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മളിങ്ങനെ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണ്ടത്ര റെസ്പെക്റ്റ് കിട്ടുന്നില്ല, വേണ്ടത്ര വരുമാനവും കിട്ടുന്നില്ല. പിന്നെ ഞാൻ എന്തിന് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ട് എന്നൊരു ചോദ്യം വരാം. മനസ്സിലാക്കുക, പണം എന്നത് ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല വരുന്നത്. അത് ആ ഒരു ചിന്താഗതി നമ്മൾ ആദ്യം മാറ്റണം. ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ നിന്നല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്ന് എന്നിലേക്ക് ഒരു തരത്തിലും വരുമാനം വരാൻ സാധ്യതയില്ല എന്ന ഒരു തെറ്റായ വിശ്വാസം. ആ വിശ്വാസം ചെയ്യുന്നത് പണം വരാനുള്ള നമ്മുടെ നിരവധി സോഴ്സുകളെ അടച്ചു കളയുകയാണ്. കാരണം നമ്മുടെ വിശ്വാസം എന്തോ അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി പണം വരാൻ വേറെ സോഴ്സ് ഇല്ല, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ നിന്ന് മാത്രമേ എനിക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം നമ്മൾ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും നമ്മുടെ ജീവിതം പോവുക. മനസ്സിലാക്കുക, പണം വരാൻ ഒരുപാട് സോഴ്സുകളുണ്ട്. നിങ്ങളുടെ സിൻസിയോറിറ്റിയും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ സെൽഫ് വാല്യൂ നിങ്ങൾ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മാത്രമല്ല നിങ്ങൾക്ക് പ്രതിഫലം വരിക. ഒരു പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം വരുന്നില്ല എന്ന് മാത്രമല്ല ഒരുപാട് അവഹേളന അനുഭവിക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ ചെയ്ത എല്ലാത്തിനും യൂണിവേഴ്സിൻ്റെ കയ്യിൽ കണക്കുണ്ട്, കൃത്യമായ കണക്കുണ്ട്. അവിടെ നിന്ന് വരുന്നില്ലെങ്കിൽ മറ്റു പല സോഴ്സിൽ നിന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂവിനുള്ള പ്രതിഫലം നിങ്ങളിലേക്ക് വരും. എപ്പോഴും പ്രതിഫലം ഒരു സൈഡിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കരുത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സൈഡിൽ നിന്ന് മാത്രമല്ല നിങ്ങൾക്ക് പണം വരിക. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വാതിലുകളും തുറന്നിടുക, പണം ഒഴുകട്ടെ എന്ന് വിചാരിക്കുക. നമ്മുടെ വീടിൻ്റെ ജനലും വാതിലുകളൊക്കെ തുറന്നിടുമ്പോൾ പെട്ടെന്ന് സൂര്യപ്രകാശവും വായുവൊക്കെ അകത്തേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക എനർജി നമുക്കുണ്ടാവും, ഒരു ഹാപ്പിനെസ് ഉണ്ടാവും നമുക്ക്, അല്ലേ? നമുക്ക് കയറാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു വാതിലാണ് ഡെയിലി തുറന്നിടുക. വല്ലപ്പോഴും എല്ലാ ജനലുകളും എല്ലാ വാതിലും നമ്മൾ തുറന്നിടുമ്പോൾ വീടിനകത്ത് പെട്ടെന്നൊരു ഐശ്വര്യം കയറിയ പോലെ ഉണ്ടാവും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും. എനിക്കൊരു വരുമാനം വരാറുണ്ടെന്നും പറഞ്ഞിട്ട് അവിടേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, അവിടെ നിന്ന് അത് വരാതിരിക്കുമ്പോൾ മനസ്സ് വിഷമിക്കുക. ഈ ഒരു മാനസിക രീതിയും ചിന്താഗതിയും നിർത്തുക. പണം വരാൻ പല സോഴ്സ് ഉണ്ട്, മനസ്സിൻ്റെ എല്ലാ വാതായനങ്ങളും തുറന്നിടുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ ഫോക്കസ് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തുമായിക്കോട്ടെ, അവഹേളനയോ അപമാനമോ എന്തുമായിക്കോട്ടെ, പരിഗണന കിട്ടാതിരിക്കട്ടെ, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ആത്മാർത്ഥതയ്ക്ക് യൂണിവേഴ്സിൻ്റെ മുൻപിൽ നിങ്ങളുടെ സെൽഫായിട്ട് തന്നെ ഉണ്ടാകുന്ന വാല്യൂവിന് മുന്നിൽ നിങ്ങൾക്ക് നല്ല പ്രതിഫലം ലഭിക്കും.
അതുകൊണ്ട് സെൽഫ് വാല്യൂ ഹൈ ആക്കുക, ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുക, അതിനകത്ത് കംപ്ലീറ്റ്ലി ആത്മാർത്ഥത കാണിക്കുക. ഇപ്പോൾ നിൽക്കുന്ന തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുകയും ഇപ്പോൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന വരുമാനത്തിൻ്റെ സ്ഥാനത്തേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും യൂണിവേഴ്സിലെ അൺഎക്സ്പെക്റ്റഡ് മണി നിങ്ങളിലേക്ക് വരികയും ചെയ്യും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഞങ്ങളുടെ വാട്സപ്പ് വഴി നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകളെക്കുറിച്ച് അറിയണമെങ്കിൽ താഴെ വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്കിനകത്ത് ജോയിൻ ചെയ്യാം. വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ഡിസ്കഷനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്